മങ്കട മണ്ഡലത്തിലെ തിരൂർക്കാട് വോട്ടെടുപ്പ് ദിവസം UDF-ന്റെ അതായത് പ്രത്യേകിച്ച് വനിതകൾക്ക് നേരെ അസഭ്യ പറയുന്ന സംഭവമൊക്കെ ഉണ്ടായി എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ പ്രവർത്തകർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അപ്പോൾ പോലീസിനെ ഇവർ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഒക്കെ ഇതിൽ ഇടപെട്ടു. പക്ഷെ അവരോട് നല്ല രീതിയിലൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നവർ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ മങ്കട പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നജ്മ തബ്ഷീറയുടെ മൊഴിയെടുക്കലൊക്കെ പൂർത്തിയായിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കില്, അതുപോലെ പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ അബൂ താഹിർ തങ്ങൾ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹാരിസ് കളത്തില്, DCC എക്സിക്യൂട്ടീവ് അംഗം KS അനീഷ്, പിന്നെ അതുകൂടാതെ മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. ഏതായാലും നജ്മ തബ്ഷീറ മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലും വരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് തുടർ നടപടി എന്ന് അവരോട് തന്നെ ചോദിക്കാം. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, എന്താണ് സംഭവം നിങ്ങൾ മങ്കട പോലീസ് സ്റ്റേഷനിൽ? ഇന്നലെ ഞങ്ങള് തിരൂർക്കാട് സ്കൂളിന് മുന്നിൽ ഉണ്ടായിട്ടൊരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പരാതിയുമായിട്ട് ഞാനും ഷംസാദും ഞങ്ങളുടെ സഹപ്രവർത്തകരും വന്നിട്ടുണ്ടായത്. അപ്പൊ ഇന്നലെ രാത്രി വളരെ വൈകി CI പോയതുകൊണ്ട് ഞങ്ങൾക്ക് റെസിപ്റ്റ് വന്നു. ഇന്ന് രാവിലെ മൊഴിയെടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നപ്പം CI വളരെ മുൻവിധിയോട് കൂടിയാണ് ഞങ്ങളോട് പെരുമാറിയത്. നിങ്ങൾ തിരൂർക്കാട് സ്കൂളിൽ സ്ഥിരമായിട്ട് സംഘർഷം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന രൂപത്തിൽ വളരെ മുൻവിധിയോട് കൂടിയാണ് ഞങ്ങളോട് പെരുമാറിയത്. പിന്നീട് ഇപ്പൊ മൊഴി കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ല, എന്താണ് CI എന്താ പറയുന്നത് ഇതിനെ കുറിച്ച്? എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ കയറി വന്ന ഉടനെ നിങ്ങളാണല്ലേ, ഞാൻ ഇന്നലെ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളാണല്ലേ പരാതി കൊടുക്കാൻ വന്ന ആളുകള് എന്ന് ഞങ്ങളോട് പറയുകയും കൂടെ ഉണ്ടായ സഹപ്രവർത്തകരോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ടായത്. ഞങ്ങൾ പിന്നീട് ഞങ്ങൾ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ഉള്ളിലേക്ക് പോയി. ബാക്കി ഞങ്ങളുടെ സഹപ്രവർത്തകരായ പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അടക്കമുള്ള ആളുകളോടാണ് വളരെ മോശമായ രൂപത്തിൽ പെരുമാറിയത്. ഇതിനെതിരെ കാരണം നിങ്ങളൊരു ജനപ്രതിനിധിയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ വേറെ പരാതികൾ? ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഇന്നലെ ഉണ്ടായ ഇതിലും വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഷംസാദ് ബീഗം, മുൻ പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ഷംസാദ് ബീഗം എന്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ വോട്ട് ചെയ്യാനായി ബൂത്തിലെത്തിയപ്പോഴുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെയാണ്. ഞങ്ങൾക്കെതിരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും അതിക്രമം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാൾക്കെതിരെ പരാതി കൊടുക്കാനാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. അത് നൽകാനാണ് ഇപ്പൊ കയറിയത്. ബാക്കി പരിപാടികൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം പാർട്ടിയുമായി ആലോചിച്ച് മാത്രം ചെയ്യുന്നതാണ് തീരുമാനം. ഇല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ കേരളത്തില് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ വളരെ അങ്ങനെയൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. പക്ഷെ എന്താണ് താങ്കളൊരു ജനപ്രതിനിധിയായിട്ട് പോലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ പെരുമാറാൻ കാരണം എന്താണ്? ഇപ്പൊ നിലവിൽ ഇവിടുത്തെ SI ഒക്കെ നമ്മൾക്ക് അറിയാവുന്ന നാട്ടുകാരനായ ആളാണ്. അദ്ദേഹം വളരെ കൂളായിക്കൊണ്ടാണ് ഇന്നലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനുഭാവപൂർണ്ണമാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായത്. എന്നാൽ CI ഇന്നലെ രാത്രി ഞാൻ ഫോൺ വിളിച്ചപ്പോഴും അതിനുശേഷം ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷയം, അപ്പൊ ഞങ്ങൾക്ക് അതിൽ FIR രജിസ്റ്റർ ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ FIR ഒക്കെ പിന്നീട് നിങ്ങൾ ആദ്യം കൊടുത്തു പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് പോലീസുകാരെ വിളിച്ച് ഇന്ന് രാവിലെ വരാനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അത് സംബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുള്ളത്. മൊഴി കൊടുക്കാനും ഇന്നലെ FIR ഇട്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് ഇന്നലെ FIR ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് മൊഴി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ ആ സമയത്തും വളരെ മോശമായിട്ട് നിങ്ങളാണല്ലോ ഇന്നലെ വിളിച്ച ആള്, നിങ്ങളാണല്ലോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് മോശമായ രൂപത്തിൽ സംസാരിക്കുകയും അതിനോട് ഒപ്പം ചേർന്ന് നിന്ന ആളുകളോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ടായത്. എന്താണ് നിങ്ങളുടെ ഒരു കേസ്, എന്നാണ് അനുഭാവപൂർണ്ണമായിട്ട് അതിൽ സമീപിക്കേണ്ടത്, എന്താണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ഇടത്ത് നമ്മൾ വളരെ മുൻകൂറായിട്ട് വെച്ച എന്തോ ഒരു ചിന്ത ഉള്ളത് പോലെ ഭയങ്കര ബയാസ്ഡ് ആയിട്ട് മുൻവിധിയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളോട് പെരുമാറിയത്. ഇത് നിങ്ങൾ വരൂ, അതൊക്കെ പിന്നീട് ഞങ്ങൾ നോക്കിക്കോളാം, എന്നാലും അവിടെ ഫുള്ള് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്കൊക്കെ എതിരെ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ സംസാരിച്ചത്. പിന്നീട് അവരോടാണ് വളരെ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ടായത്. അല്ല, ഇത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കുമോ നിങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറി തോന്നുന്നത്? നമുക്കത് സംശയിക്കാം. അതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അതിൽ ഉറപ്പില്ല. സമ്മർദ്ദമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇനി ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള പരാതികളും നജ്മ തബ്ഷീറയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ലേ?
തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ഇന്നത് കഴിഞ്ഞ് നേരിട്ട് മൊഴി കൊടുക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരാണ് കുറച്ചുകൂടി ഇത്തരത്തിലുള്ള രൂക്ഷമായ അതിക്രമം ഭാഷ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അവരുമായി സംസാരിച്ച് ഇനി മുന്നോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ തീരുമാനിക്കും. ഏതായാലും ഒരു ജനപ്രതിനിധിയാണ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ, ഒരു അഭിഭാഷകയാണ്, നിയമത്തിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവരെ പോലുള്ള ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന അത് അവർ അർഹിക്കുന്നുണ്ട്. ആ പരിഗണന പോലും അവർക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളീയ പൊതുസമൂഹം അത്തരം കാര്യങ്ങളെ എപ്പോഴും തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. സ്ത്രീ സുരക്ഷ, സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന, അതൊക്കെ വേണം. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണെങ്കിലും അതൊക്കെ എന്താ പറയാ, അതൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും, ഇത് അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നജ്മ തബ്ഷീർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ഷാഹിദ് കപ്പൂത്തിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ പെരുന്തൽമണ്ണ. മലബാറിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം, കേരളത്തിൽ 18 ഷോറൂമുമായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ കസ്റ്റമേഴ്സിന്റെ ബെസ്റ്റ് ചോയ്സ്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്.